ക്ലാസ്സിലെ സ്റ്റുഡൻ്റാണ്. ഞങ്ങളുടെ ക്ലാസ്സിലുള്ളവരെല്ലാവരും മിക്കവാറും എല്ലാവരും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ ഹോസ്പിറ്റലിനെ പറ്റി ഒരു ചെറിയ റിപ്പോർട്ട് തരാൻ വേണ്ടി ഞാൻ വന്നതാണ്. സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരുന്ന ഒരു ഹോസ്പിറ്റലിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ പേര് ഗിലിയാദ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ഇക്കാലത്ത് അലോപ്പതി, ഹോമിയോപ്പതി, ആയുർവേദം, യുനാനി തുടങ്ങിയ ചികിത്സാ സമ്പ്രദായങ്ങൾ ലോകത്തിൽ എല്ലായിടത്തും വളർച്ചയെത്തി നിൽക്കുന്നു. സിദ്ധവൈദ്യന്മാർ, പാരമ്പര്യ വൈദ്യന്മാർ, മുറിവൈദ്യന്മാർ, വ്യാജവൈദ്യന്മാർ, ജീവരക്ഷാർത്ഥം തെക്കും വടക്കും പായുന്ന പാവൻ രോഗികൾക്ക് മണ്ണ് ചേർത്തും മായം ചേർത്തും വെള്ളം ചേർത്തും പാല് ചേർത്തും ഗുളിക, കുഴമ്പ്, കഷായം, തൈലം എന്നിവ കഴുത്തറുപ്പൻ നിലയ്ക്ക് നൽകിയിട്ടും സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ട് രോഗശമനം വരാതെ ആകുലചിത്തരായി നിഷ്ക്രിയരായി ജീവിതം എങ്ങനെ മുന്നോട്ട് എന്ന ചോദ്യചിഹ്നമായി നിലകൊള്ളുന്ന രോഗികൾക്കും രോഗം വരുമോ ഉടനെ മരിക്കുമോ എന്ന ഭയശങ്കയിൽ കഴിയുന്നവർക്കും ഇതാ സന്തോഷ വാർത്ത. ഗിലിയാദ് ഹോസ്പിറ്റൽ മുഖത്തിന്റെ തേജസ് നഷ്ടപ്പെടാതിരിക്കാനും ശരീരത്തിന്റെ ഓജസ് നിലനിർത്തുന്നതിനും ആയുസ് ദൈർഘ്യമാക്കുന്നതിനും ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ഗിലിയാദ് ഔഷധങ്ങൾ പ്രയോജനം ചെയ്യും. ഔഷധങ്ങൾ ആവശ്യമുള്ളവർ ആശുപത്രിയിലേക്ക് വരിക, ഏവർക്കും സ്വാഗതം എന്ന ബോർഡ് നിങ്ങൾക്ക് ദൂരവേ കാണാം. അടുത്തെത്തുമ്പോൾ വാതിൽ നിങ്ങൾക്കായി താനേ തുറക്കും. വിശാലമായ സ്വീകരണ മുറി, വിവിധ കൗണ്ടറുകൾ. ആദ്യമായി കാണുന്ന കൗണ്ടറിൽ തന്നെ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യണം. യേശുക്രിസ്തു കർത്താവ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് പുസ്തകത്തിൽ രജിസ്റ്റർ ചെയ്യും. രജിസ്ട്രേഷന് പ്രത്യേകം ഫീസ് ഇല്ല. രജിസ്ട്രേഷനോട് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്ന കാർഡ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം എന്ന് മാത്രം. പ്രത്യേകം ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു. ഗിലിയാദ് ആതുരാലയത്തിന്റെ പരിസരത്തായി ഇതിന് സാമ്യമുള്ള ആശുപത്രികൾ വളരെ ഉണ്ട്. അവിടെ നേർച്ചകൾ സ്വീകരിക്കും, പണം ആവശ്യപ്പെടും, പാപം ഏറ്റുപറഞ്ഞാൽ ക്ഷമിച്ചു തരുവാൻ പ്രത്യേകം കുപ്പായം അണിഞ്ഞവരും അവിടെയുണ്ട്. അബദ്ധം പിണയരുത്. അത് സ്വർഗീയ ലൈസൻസ് ഇല്ലാത്ത സത്യവിരുദ്ധമായി നടത്തുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഹോസ്പിറ്റൽസ് ആണ്. ഗിലിയാദ് ഹോസ്പിറ്റലിലെ പ്രധാന ഡോക്ടർ നസറേത്തുകാരനായ യേശുവാണ്. ഇതേ യേശുവിനെയാണ് പാപക്ഷമയ്ക്കായി നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ചത്. നിങ്ങളുടെ ആവശ്യങ്ങൾ ഒട്ടും വിഷമതയില്ലാതെ ആരുടെയും മധ്യസ്ഥതയില്ലാതെ നേരിട്ട് അദ്ദേഹത്തെ അറിയിക്കാം. 24 മണിക്കൂറും പരാതികൾ സ്വീകരിക്കും. എത്രമധികം ആളുകൾ ഉണ്ടായാലും എത്ര അനവധി പരാതികൾ ഉണ്ടായാലും കേവലം സ്വീകരിച്ച് ഫയലിൽ വെക്കുകയല്ല, പരിഹാരം നൽകുകയാണ് ഈ ചീഫ് ഡോക്ടർ ജീസസ് ചെയ്യുന്നത്. ഗിലിയാദ് ഹോസ്പിറ്റലിന്റെ പണികൾ ശ്രദ്ധിച്ചോ? പഴയ കെട്ടിടത്തിന് 39 നിലകൾ, പുതിയതിന് 27. ഓരോ നിലകളിലും പ്രത്യേക വിഭാഗങ്ങളും ചികിത്സാ രീതികളും. 1600 വർഷങ്ങൾ കൊണ്ടാണ് ദൈവാത്മാവിനാൽ 40 പേരെ കൊണ്ടാണ് ഈ ഹോസ്പിറ്റൽ നിർമ്മാണം പൂർത്തിയാക്കിയത്. നമുക്ക് IENT വിഭാഗത്തിലേക്ക് ഒന്ന് പോയി നോക്കാം. നേത്രസംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും, പ്രത്യേകിച്ച് വിടക്കുകണ്ണ്, കണ്ണുകടി, വെറുക്കൂത്ത് കാണുവാനുള്ള കണ്ണിന്റെ ലോങ് സൈറ്റ്, ദൈവാനുഗ്രഹങ്ങൾ കാണുവാൻ കഴിയാത്ത ഷോർട്ട് സൈറ്റ്, ആത്മീയ പ്രകാശനം തടഞ്ഞു വയ്ക്കുന്ന തിമിരം എന്നിവയ്ക്കും ഇവിടെ സൗജന്യ ലേപനം സുലഭം. കാതടപ്പ്, കാതിൽ കുടുകുടുപ്പ്, ദൈവത്തിനും കേൾക്കാനുള്ള താല്പര്യമില്ലായ്മ, കേട്ടാലും ഗ്രഹിക്കാത്ത പ്രകൃതം എന്നിവയ്ക്കും ഉത്തമ ചികിത്സ ഇവിടെ ലഭ്യമാണ്. തൊണ്ടയ്ക്കുള്ള ഏത് രോഗത്തിനും, പാട്ടുപാടുവാൻ കഴിയാത്തതിനും, ആത്മാവിൽ ആരാധിപ്പാൻ സാധിക്കാതെ പിശാച് തൊണ്ടയ്ക്ക് കുത്തിപ്പിടിച്ചതിനും രോഗനിവാരണ കിഴിയും പരിശുദ്ധാത്മാവൃത്തി തൈലവും ലഭ്യം. അടുത്ത വിഭാഗം നാവിനുള്ള ചികിത്സയാണ്. ഏത് കത്തിയും തോൽക്കുന്ന രീതിയിൽ ആരെയും കീറി മുറിക്കുന്ന നാവിന് പ്രത്യേക പരിചരണം ആവശ്യമാണ്. കടിഞ്ഞാൻ ഇല്ലാത്ത നാവുകൾക്കും, വിപത്ത് സൃഷ്ടിക്കുന്ന നാവുകൾക്കും, ശാഠ്യകോപ വാക്കുകൾക്കും, ക്രോധം, ദ്വന്ദ്വപക്ഷ പ്രകടനത്തിനും, തറുതല മർദ്ദന സംസാരത്തിനും, രുചിപറ്റി അമിത ഭക്ഷണം കഴിക്കുന്നവർക്കും അതിവിദഗ്ധമായി തയ്യാർ ചെയ്ത വേദപ്രപഞ്ചത്യാദി മധുരാഹാര സൗജന്യം. എഫേസ്യ കൊലോസ്യ ഗുളികയും യാക്കോബിലേയ കഷായവും എടുത്തു പറയപ്പെടാവുന്ന ചികിത്സയാണ്. തൊട്ടടുത്ത് ശ്വാസകോശ സംബന്ധമായ ചികിത്സാ വിഭാഗമാണ്. പുകവലി, മദ്യപാനം എന്നിവയിലുണ്ടായ രോഗങ്ങൾ, കഫക്കെട്ട്, പ്രാർത്ഥനാ തടസ്സം, മറ്റുള്ളവരുടെ ഉയർച്ച കണ്ട് നെടുവീർപ്പെടുന്ന ആസ്മ പോലുള്ള മാരക രോഗങ്ങൾക്കും കരുതലോടുള്ള ചികിത്സ ഇവിടെ ലഭിക്കും. രോഗത്തിൽ നിന്ന് ഇറക്കുമതി ചെയ്ത വിശ്വാസത്താൽ രക്ഷ എന്ന ഗുളികയും ഇവിടേക്കാണ് കിട്ടുക. ഗിലിയാദ് ഹോസ്പിറ്റലിന്റെ കാർഡിയോളജി വിഭാഗത്തോട് കിടപിടിക്കാൻ ലോകത്തിലെ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനും കഴിഞ്ഞിട്ടില്ല. കേടുവന്ന ഏത് ഹൃദയവും മാറ്റി പുതിയ ഹൃദയം വെച്ച് പിടിപ്പിക്കുന്നതിൽ അതിസമൃദ്ധമായ ചികിത്സാ പദ്ധതി. ഹൃദയവാൽവിലുള്ള അസൂയ എന്ന മാരക രോഗമായ LDL കൊളസ്ട്രോളിനും, രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്ന പക, പിണക്കം എന്നിവയ്ക്കും, ഹൃദയാഘാതം ഉണ്ടാക്കുന്ന ജാരശങ്ക, അശുദ്ധി, ദുർചിന്ത, ദുഷ്കാമം എന്നിവയ്ക്കും ഏറ്റവും ഉത്തമമായ മായാരഹിത ക്ഷീരനിർമ്മിത വചന രസായനം.
താഴേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ഉദരരോഗ ചികിത്സ വിഭാഗത്തിൽ. മറ്റൊരാളിന്റെ നല്ല ജോലി, കാറ്, ഫ്ലാറ്റ്, ആത്മീയ ഉയർച്ച എന്നിവ കാണുമ്പോൾ ഉണ്ടാകുന്ന നോവ്, ദഹനക്കേട്, ഛർദി, അതിസാരം എന്നിവയ്ക്കും വിവിധ ടെൻഷനിലൂടെ ഉണ്ടായിട്ടുള്ള അൾസർ രോഗത്തിനും ലോഗോസ് ഹണി ഇവിടെ ലഭിക്കും. കൈകാലുകൾക്ക് നേരിട്ട് ഏത് രോഗത്തിനും സുലഭമായ ചികിത്സ. കൈകൾ ഉയർത്തി സ്തോത്രം ചെയ്യുവാൻ കഴിയാത്ത അലസവാദത്തിനും കരം വലിച്ച് പാടുവാൻ കഴിയാത്ത പോരാട്ടത്തിനും ആരാധനയിൽ കൈവെട്ടി നിൽക്കുന്ന ബന്ധനങ്ങൾക്കും എന്നേക്കും വിടപറയുവാൻ സങ്കീർത്തന കിഴികൾ പ്രത്യേകം ലഭ്യം. പ്രാർത്ഥനയ്ക്ക് മുട്ടുമുടുക്കുവാൻ കഴിയാത്ത സന്ധിവാദം, ആരാധനയ്ക്ക് എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയാത്ത ചുടുവാദം, കസേരയിൽ ഇരുന്ന് മാത്രം ആരാധിക്കുക എന്ന് കോട്ടുവാദം, പ്രാർത്ഥനയും ആരാധനയും ഉള്ളപ്പോൾ വിവിധ പദ്ധതികൾ കണ്ടുപിടിച്ച് ഭവനത്തിൽ കഴിഞ്ഞുകൂടുന്ന തളർവാദം, ദുർനടപ്പിനാലുണ്ടായ പിന്മാറ്റം, ആരാധനയ്ക്ക് താമസിച്ചുള്ള വരവ്, പിൻസീറ്റിലുള്ള ഇരിപ്പ്, ഭിത്തിയെ അഭിഷേകം ചെയ്യുന്ന ചാരിയിരിപ്പ്, ചതവ്, ഉളുക്ക്, ഒടിവ് എന്നിവയ്ക്കും കൊരിന്ത്യൻ ശാസ്ത്രഗുളികയും ഗലാത്യ, ഫിലിപ്പിയ എന്നിവിടങ്ങളിലെ പ്രത്യേക വചന പോഷണ തൈലവും തെസ്സലോനിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത കൽക്കണ്ട കഷായവും മേഖല രസായനവും കലമാൻ പേടക്കാലുകൾ കൊണ്ട് നിർമ്മിച്ച ഊതുമടിയും വില കൂടാതെ ലഭ്യം. ഹോസ്പിറ്റലിൽ വരുന്ന ഏത് രോഗിക്കും സ്വസ്ഥമായി ഇരിക്കുവാനും വിശ്രമിക്കുന്നതിന് സംവിധാനമുണ്ട്. എന്നാൽ പ്രസ്തുത സ്ഥലത്തിരുന്ന് ഉറങ്ങരുത്. ഉറങ്ങിയാൽ അധികൃതർ വന്ന് താണ്ടിയെടുത്ത് മരിച്ചു കിടക്കുന്നവരോടൊപ്പം മോർച്ചറിയിൽ തരും. ആയതുപോലെ ഹോസ്പിറ്റലിലുള്ള ഡിപ്പാർട്ട്മെന്റിൽ കയറുവാൻ പ്രത്യേക വസ്ത്രധാരണം അനിവാര്യമത്രേ. രക്ഷായണ ശിരസ്ത്രവും കൈകളിൽ ദൈവവചനമാകുന്ന ആത്മാവെന്ന വാളും വിശ്വാസമെന്ന പരിചയം നീതി കവചവും അരയ്ക്ക് സത്യവും സുവിശേഷമാണ് ചെരുപ്പ് കാലുകൾക്കും അണിയണമത്രേ. അത്യാഹിത വിവാഹത്തെ കുറിച്ചുള്ള ഒരു അറിവ് എല്ലാവർക്കും നന്നായിരിക്കും. നിസാൻ എന്ന് സഹോദരനെ വിളിക്കുന്ന കുലപാതകം, സ്ത്രീയെ മോഹിച്ച് നോക്കുന്ന വ്യഭിചാരം, ദശാംശം ദൈവത്തിന് കൊടുക്കാതെ കൈവശം വയ്ക്കുന്ന മോഷണം, നാണയം മാത്രം സ്തോത്രകാഴ്ചയിടുന്ന പിശുക്ക്, സുവിശേഷ പ്രചാരണത്തിന് ലഭിച്ച ധനം സ്വന്തമാക്കിയ വഞ്ചന, ദൈവാരാധനയ്ക്ക് പകരം വിഗ്രഹത്തെ ആരാധിക്കുന്ന മാരക പാപം എന്നിവയ്ക്ക് ഗിരിപ്രഭാഷണ ആന്റിബയോട്ടിക് ഗുളികയും വെച്ചുകെട്ടും ഓപ്പറേഷനും ഫ്രീ. ഒട്ടും ഭയപ്പെടേണ്ട, വിശ്വസിക്കുവാൻ പ്രായമുള്ള ഏവർക്കും സ്വാഗതം. മരുന്ന് കഴിക്കുമ്പോൾ വിശുദ്ധി എന്ന പഥ്യം എടുക്കുവാൻ ശ്രദ്ധിക്കണം. ഷുഗർ മിൽ നടത്തുന്ന അച്ചായനും വീട്ടിൽ സ്വന്തമായി ഓടിക്കുന്ന അമ്മാമിക്കും പരദൂഷണം പറയുന്ന ചേച്ചിക്കും വായി നോക്കി നടക്കുന്ന ചെറുപ്പക്കാർക്കും ആശുപത്രി മരുന്ന് അത്യുത്തമം. പാപച്ചുഴിയിൽപ്പെട്ട് രക്തം അശുദ്ധമായവർക്ക് ചീഫ് ഡോക്ടർ ജീസസ് തന്നെ വില കൂടാതെ വിലയേറിയ ശുദ്ധരക്തം നൽകുമത്രേ. നിത്യത എന്ന ഇൻഷുറൻസ് പരിരക്ഷ പദ്ധതി ഹോസ്പിറ്റലിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ എന്നിവരെ ഹോസ്പിറ്റൽ നടത്തിപ്പിനായി നിയമനം ചെയ്തിട്ടുമുണ്ട്. എത്ര മഹനീയം! ചീഫ് ഡോക്ടറിനെ അപ്പോൾ മറക്കണ്ട. കടന്നു വരൂ. നാളെയല്ല, ഇന്ന് തന്നെ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യും. രോഗനിർണയം നടത്തും. നിവാരണത്തിനായി സമാധാന അനുഗ്രഹ പ്രത്യാശ ഗുളികകൾ കഴിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങൾക്കൊരു സൈറ്റ് ഉണ്ട്, www.bible.com.